हेलो नमस्कार, किसान पाठशाला सत्यो। अभी हम गंगोत्री ट्रस्ट में हैं। अभी यहाँ से ट्रस्ट लोग के साथ बात कर रहा था। अभी हमारा बलराम भैया आ चुका है, डॉक्टर बलराम भैया, किसान पाठशाला फाउंडर डॉक्टर बलराम किसान ने अभी आ रहा था केरला पालक्काड में। हेलो 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 सर। नमस्कारम नमस्कारम नमस्कारम। ऐसा ही आगे फार्मर सब आ गया। आइए। मोहन जी अभी हम गंगोत्री ट्रस्ट में है, किसान पाठशाला के साथ केरला में। गंगोत्री ट्रस्ट में है, किसान पाठशाला में है। नमस्कार। एक प्रायर से स्टार्ट कर रहे हैं हम। डॉक्टर बलराम किसान युवा കർഷകൻ ഒരു കിസാൻ പാഠശാല അധ്യാപനം നടത്തുന്നുണ്ട്. ഗുണപരമായ രീതിയിലുള്ള കൃഷികാര്യങ്ങളുള്ള കാര്യങ്ങൾ സംസാരിക്കാനും നമ്മുടെ കർഷകരുമായി ഇന്ററാക്ട് ചെയ്യാനും അതേതോടൊപ്പം അഞ്ചേരി ഒരു കണക്കൂരിലാണ് അവർ വന്നിട്ടുണ്ട്. ഡോക്ടർ സാറിന് തമിഴ് മലയാളം അറിയില്ല, ഹിന്ദി അറിയുള്ളൂ. അപ്പോൾ അവർ സഹായിക്കാൻ വേണ്ടി സത്യൻ ഫംഗ്ഷനിലുള്ളൊരു യുവ കർഷകനാണ്, അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ബലറാമിനെയും ഇന്ത്യൻ മാഡത്തിനെയും നിങ്ങളെവരെയും ഞാൻ സ്വാഗതം ചെയ്യും. യോഗത്തിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നതിന് വേണ്ടി ഡോക്ടർ ബലറാം കിസാൻ സാറിന് सत्यन कुछ बोलेंगे आपके बारे में? യെസ് മൈക്ക് പാസ് എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഡോക്ടർ ബലറാം കിസാൻ ആരാണെന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ കിസാൻ പാഠശാല എന്ന് പറഞ്ഞിട്ട് കർഷകർക്ക് വേണ്ടി മാത്രം റിസർച്ച് ചെയ്യുന്ന ഒരു പഠന കേന്ദ്രം തുടങ്ങിയതിൻ്റെ ഫൗണ്ടറാണ് മുതൽ. കിസാൻ പാഠശാല എന്ന് പറഞ്ഞതിൻ്റെ ഫൗണ്ടറാണ് ഡോക്ടർ ബലറാം കിസാൻ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ മൊത്തം, അതേപോലെ ഇന്ത്യ അല്ലാതെ വിദേശ രാജ്യങ്ങളിലും മുഴുവൻ ഓർഗാനിക് ഫാമിംഗ്, അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡും നമ്മുടെ രാസവളങ്ങളും എല്ലാം റെസിഡ്യൂ ഫ്രീ ആയിട്ട് എങ്ങനെ നമുക്ക് കർഷകരിലേക്ക് വിളവ് കൂടുതൽ എത്തിക്കാൻ സാധിക്കും, അതേപോലെ നമ്മുടെ ചെലവ് എങ്ങനെ ചുരുക്കും. അതായത് മൂപ്പരുടെ മെയിൻ കൺസെപ്റ്റ് ഇതാണ്: ചെലവ് ചുരുക്കുക, ഉൽപാദനം കൂട്ടുക. അത് രാസവളവും കീടനാശിനിയുടെ കൂടെ എല്ലാം സഞ്ചരിക്കേണ്ടത്. നമ്മൾ രാസവളവും കീടനാശിനിയും ഇല്ലാതെ നാച്ചുറലായിട്ട് നമ്മൾ പല ആൾക്കാരും ഓർഗാനിക്കായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓർഗാനിക്കിലും വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ അഫോർഡ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു കിസാൻ പാഠശാല റൺ ചെയ്യുന്ന ഒരു ഫൗണ്ടറാണ് അദ്ദേഹം. നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് ഇത് ആദ്യമായിട്ടാണ് വരുന്നത്, കാരണം നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത് വിസിറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇതുവരെ നോർത്ത് ഇന്ത്യ സൈഡിൽ മുഴുവൻ, അദ്ദേഹം ഫസ്റ്റ് എങ്ങനെയായിരുന്നു പറഞ്ഞാൽ 2006 ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. ഈ 2006 ശേഷം ഫുൾ എന്താണ് മുമ്പിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ കർഷകർക്കും നേരിടുന്ന പ്രശ്നങ്ങൾ, ഓരോ കർഷകർക്കും വാഴ കൃഷി ആയിക്കോട്ടെ, നെൽ കൃഷി ആയിക്കോട്ടെ, ചോള കൃഷി ആയിക്കോട്ടെ, മാങ്ങ കൃഷി ആയിക്കോട്ടെ, പലതരം കൃഷികളിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അതിനെങ്ങനെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ അതിനെ ക്ലിയർ ചെയ്യാൻ, അതിനെ ക്യൂർ ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ
കൃത്യമായിട്ടുള്ള റിസർച്ച് ഇപ്പോഴും മൂപ്പർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം പോകെ മൂപ്പർ ഓരോ റിസർച്ചുകൾ ഇപ്പോഴും ഓരോ കൃഷികളിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചെലവ് ചുരുങ്ങി ഉൽപാദനം കൂടുതൽ, അതും നാച്ചുറൽ രീതിയിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് മൂപ്പർ 2006 മുതൽ എങ്ങനെ ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒരു കർഷകർ നമുക്കൊരു ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ ഫീൽഡിൽ പോയി വിസിറ്റ് ചെയ്തിട്ട് അവിടെയുള്ള കാര്യങ്ങളെ നോക്കി മനസ്സിലാക്കി കണ്ടുകൊണ്ട് അത് ക്ലിയർ ചെയ്ത് അവിടുന്ന് തന്നെ ഒരു സൊല്യൂഷൻ ആക്കി കൊടുത്തിട്ട് വരുന്ന ഒരു സിസ്റ്റത്തിലാണ് മൂപ്പർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ആധുനിക ലോകത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. എല്ലാം വിരൽ തുമ്പിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും എല്ലാം. ഈ സാഹചര്യത്തിലാണ് മൂപ്പർ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ യൂട്യൂബിന്റെ സഹായത്തോടുകൂടെ മൂപ്പര് ചെയ്യുന്ന ഓരോ കർഷകരെ മീറ്റ് ചെയ്യുമ്പോഴും അവരുടെ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ലൈവായിട്ട് അപ്പൊ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് അത് മറ്റുള്ളവർക്കും എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് മൂപ്പര് പാഠശാല, കിസാൻ പാഠശാല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രത്യേകം കാണാം. അതിൽ മൂപ്പര് ഇന്നേ വരെ ഏതൊക്കെ ഫീൽഡുകളാണോ വിസിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഫീൽഡിന്റെ എല്ലാം വീഡിയോസ് അതിൽ കൃത്യമായി കിടപ്പുണ്ട്. അതിലെന്താണ് മൂപ്പര് പറയുന്നത്, മൂപ്പരെ കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾ അതിൽ ഓരോന്നും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കേരളം ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കിത് പറയാനുണ്ടെങ്കിൽ കേരളം കാണാത്തൊരു റെവല്യൂഷനിലേക്കാണ് കേരളത്തെ കൃഷിയെ മൂപ്പർ എത്തിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു വിഭാഗം. ഇതിന്റെ ഒരു മെയിൻ സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഇതിലൊരു റെവല്യൂഷൻ കേരളം മാത്രമല്ല മൊത്തത്തിൽ ഇന്ത്യ മുഴുവനായിട്ട് ഇതൊരു തരംഗമായി മൂപ്പരെന്ന് പറഞ്ഞ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. കേരളത്തിൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിനോട് നമുക്ക് സംസാരിച്ചിട്ട് അദ്ദേഹത്തിനോടുള്ള മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ചെയ്യാം. അദ്ദേഹത്തിന്റെ കാര്യമനുസരിച്ച് നമുക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% ഒരു ഉറപ്പ് നിങ്ങൾക്ക് പറയാം, നമുക്ക് ചെലവ് ചുരുക്കം. ഒരു കമ്പനിക്കാരെയും ഒരു ഫെർട്ടിലൈസർ കമ്പനിയോ ഒരു പെസ്റ്റിസൈഡ് കമ്പനിയോ നമ്മൾ പുലർത്തേണ്ട കാര്യമില്ല. നമുക്ക് ഏറ്റവും ചെലവ് ചുരുങ്ങിയത് അത് നമ്മൾ എവിടെയും പോയി വാങ്ങിക്കേണ്ട, നമ്മുടെ ഫീൽഡിനകത്തുനിന്ന് തന്നെ കിട്ടുന്ന പല കാര്യങ്ങളും ഉപയോഗിച്ച് എങ്ങനെ ഫലവത്താക്കി ചെയ്യാം എന്നുള്ളതിന്റെ കാര്യം അദ്ദേഹം കൃത്യമായിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയും. ബാക്കിയുള്ള കാര്യങ്ങൾ ഡോക്ടർ ബലറാം കിസാൻ ഭായ് ബാക്കി നമ്മളോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതായി. ഇതാണ് മൂപ്പരെ കുറിച്ച് പറയാനുള്ളത്. नमस्कार। सत्यन को आना पड़ेगा, आ जाइए सत्यन साथ में। तो मैं बहुत ही अपने आप में गर्व महसूस कर रहा हूँ कि केरला को मैं केले के जगत में सीख रहा था काफ़ी दिनों से, और इस सदी में केरला के किसानों ने मुझे बुलाया है एज ए किसान पाठशाला के लिए सीखने सिखाने के लिए। तो मैं तहे दिल से धन्यवाद करूंगा कि कुछ आप मुझे सुनने के लिए यहाँ पर आए। അതായത് മൂപ്പര് പറയുന്നത് മൂപ്പര് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പല ഭാഗത്തുനിന്നും നോക്കിയപ്പോൾ കേരളത്തിലുള്ള നമ്മുടെ പഴത്തിന്റെ ഉത്പാദനങ്ങൾ മൂപ്പര് മെയിനായിട്ട് ബനാനയാണ് മെയിൻ റിസർച്ചും മെയിൻ കാര്യങ്ങൾ ചെയ്യുന്നത്. ബനാന എക്സ്പേർട്ടാണ് മൂപ്പര്. അപ്പൊ ഈ നമ്മുടെ കേരളം മുഴുവൻ തമിഴ്നാടെല്ലാം മൂപ്പര് ചുറ്റി വന്ന് നോക്കിയതിനു ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രശ്നങ്ങളും മൂപ്പര് നേരിട്ട് കണ്ട് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ റോങ് റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മൂപ്പര് പറയുന്നത്. അപ്പൊ അത് ക്ലിയർ ചെയ്യാനും മൂപ്പരെ ക്ലാസ് കേൾക്കാനും നിങ്ങൾ എല്ലാവരും എത്രയും പേര് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ആ വന്നതിന് നിങ്ങൾക്ക് ആദ്യം തന്നെ എല്ലാവർക്കും മൂപ്പര് അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. केरला का नाम सुना था मैंने, आने का समय अभी मिला है। मैं मेरी बातें कुछ भी रखूं आगे, उसके पहले आप लोगों से कुछ पूछना चाहूँगा। हम यहाँ बैठे हैं अभी जस्ट सीखने और सिखाने के लिए, तो मेरे पास अगर कुछ है तो मैं छोड़ के जाऊँगा ज्ञान। आपने अपनी खेती में कुछ अच्छा किया है तो मुझे चाहिएगा। ये सारी प्रक्रिया शुरुआत करने से पहले मेरे कुछ प्रश्न हैं कि आप खेती कौन सा कर रहे हैं यहाँ पर जो अभी बैठे हैं, और उसमें आपकी प्रॉब्लम्स क्या है। മൂപ്പര് പറയുന്നത് ഇപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്നത് മൂപ്പരെ സംബന്ധിച്ച് മൂപ്പര് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ മൂപ്പർക്ക് എന്തെങ്കിലും കൊടുക്കും, നിങ്ങൾ കൃഷി ചെയ്യുന്ന രീതിയും കാര്യങ്ങളും എന്തെങ്കിലും നിങ്ങളുടെ ഒരു പുതിയൊരു അറിവ് പകർന്നു നൽകുകയാണെങ്കിൽ ഇത് നമുക്ക് ഇവിടെ മാത്രമല്ല ഈ ഇന്ത്യയും ഈ ലോകത്തിലേക്ക് തന്നെ അതൊരു മാതൃകയായി മാറും, അതൊരു മുതൽക്കൂട്ടായി മാറും. അത് എന്നത് മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നതെന്ന് അറിയില്ല മൂപ്പർക്ക്.
അപ്പൊ ഓരോരുത്തരും എന്തൊക്കെ കൃഷി ചെയ്യുന്നു അവരവര് പറഞ്ഞ് അതിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്, അത് എങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചൊല്ലി ഇന്ന് ഈ ക്ലാസ്സിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ഡിസ്കഷൻ നടത്താം. ഇൻട്രാക്ട് ചെയ്യാനോ? അതെ, പറഞ്ഞു. അപ്പം നെല്ലാണ് ഇപ്പോൾ കൂടുതൽ നമ്മൾ ബേസ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അത് കൺവെൻഷണൽ മെത്തേഡാണ്. രാസവളങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, കുറച്ച് ജൈവവളങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് വീട്ടിൽ 2-3 പശുക്കളൊക്കെ ഉള്ളതുകൊണ്ട് അടിവളമായിട്ട് ചാണകം ഇട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ രാസവള കൃഷിയാണ് ശരി, ജൈവ കൃഷിയാണ് ശരി, മാർക്കറ്റിംഗ് വല്ലാത്തൊരു വിഷയമാണ്. അപ്പോൾ ആദ്യം എങ്ങനെ നമ്മൾ എങ്ങനെ സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ വിറ്റുപോകാൻ നമ്മുടെ സാധ്യതയുണ്ട്. ഓർഗാനിക് പ്രൊഡക്റ്റിന് ആൾക്കാർ ആവശ്യപ്പെടാനുണ്ടെങ്കിലും ഞാൻ പരശനിലിരിക്കുന്ന കർഷകനാണ്, അല്ലെങ്കിൽ നെന്മാറയിലിരിക്കുന്ന കർഷകൻ പാലക്കാടോ തിരുവനന്തപുരത്തോ ആവശ്യപ്പെട്ട എനിക്ക് കൊടുക്കാൻ പറ്റായിക ലിമിറ്റേഷൻസ് ഉണ്ട്. അത് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് हम ऑर्गेनिक तरीके से भी कर रहे हैं, केमिकल से भी कर रहे हैं, जो केमिकल फर्टिलाइजर डाल के भी कर रहे हैं, जो ऑर्गेनिक जो गाय का मूत्र गोबर वगैरह करके भी कर रहे हैं. अगर ऑर्गेनिक हम कर रहे हैं तो उसकी बढ़िया समस्या है इसको मार्केट करने की. इसके अगर हम यहाँ पे विलेज एरिया पे रहते हैं, अगर इसका जो डिमांड रहता है तिरुवनंतपुरम पे है या आउटसाइड कंट्री पे है, तो डिमांड कहीं जगह पे उसका मेन समस्या है कि ये कैसे हम ये इसको बेचें. कोई फसलें कौन सी है? उनके पास तो पैडी लगा हुआ है, चावल लगा हुआ है, सिर्फ चावल है. अभी चावल. यहाँ जो फार्मर बैठे हैं सब चावल वाले हैं. और भी फसल है कोई सी? അരി നെൽകൃഷിയാണോ അല്ലെങ്കിൽ വേറെ കൃഷി ചെയ്യുന്ന ആൾക്കാർ മിക്സഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് കൃഷികൾ? നെല്ലുണ്ട്, വാഴയുണ്ട്, വെജിറ്റബിൾ. അതാണ് ഏതൊക്കെയാണ് പച്ചക്കറി, ഏതൊക്കെയാണ് തെങ്ങ് ശരി, ഓക്കെ. വാഴ ഏതാണ്? വാഴ നേരത്തെ ഞാൻ പോലും ചെയ്യുന്നുണ്ട്. പിന്നെ പച്ചക്കറികൾ അത് നമ്മൾ വീട്ടാവശ്യത്തിന് मेन आदमी जो बैठे हुआ है पूरा का पूरा मैक्सिमम पैड ही है. बाकी जो छोटा मोटा है वो नारियल का भी थोड़ा मोटा करता है, और जो घर की आवश्यकता करने के लिए थोड़ा बहुत वेजिटेबल्स भी लगा हुआ है. घर के लिए वेजिटेबल लगता है, बाकी केवल चावल वाले. चावल. तो एक तो मैं ये कहूँगा कि आपको जो मार्केट कैप्चर करना है, ये कल भी हमारी बात हुई थी यहाँ के जो ट्रस्टी साथ में जो अध्यक्ष थे उनके साथ में. एक पहले हम चर्चा कर लेंगे हम हैं कहाँ पर. आप बताइए थोड़ा पब्लिक നമ്മളിപ്പോൾ ലൈവിൽ നിൽക്കുന്നത് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളം എന്ന് പറഞ്ഞ സ്ഥലത്തിലെ പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ നെന്മാറ എന്ന് പറഞ്ഞ പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത്. നെന്മാറയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന ഗംഗോത്രി ട്രസ്റ്റും അതിൽ ചേർന്നിരിക്കുന്ന കുറച്ച് കർഷകരുടെ കൂട്ടായ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഗംഗോത്രി ട്രസ്റ്റിന്റെ കീഴിലുള്ള കുറച്ച് കർഷക കൂട്ടായ്മയിലാണ് നമ്മളിന്ന് ഇരിക്കുന്നത്, നമ്മൾ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. यह एक बहुत अच्छी बात है कि हम एक संगठित होकर के एक दिशा की कृषि करने की बात कर रहे हैं. हमें मार्केट जब ही मिलेगा जब हम इकट्ठे होकर के कृषि करें. दूसरा, एक तो हम इकट्ठे होकर करें, तो जो आप गंगोत्री ट्रस्ट में जो शामिल हो तो आप ऑलरेडी इकट्ठे हो. दूसरा, हमने हमारे चावल को पैदा करने में क्या यूनिक किया है. अगर हम कुछ हमारे चावल की प्रोडक्टिविटी करने में कुछ अलग कर रहे हैं. ऑर्गेनिक पूरे भारत में बात हो रही है. ऑर्गेनिक के नाम पर कई सारी डब्बियां बिक रही है, प्रोडक्ट बिक रहे हैं, और हम प्रोडक्ट खरीदकर ऑर्गेनिक कर रहे हैं. क्या हम ऐसा कर रहे हैं, या हम ऐसा कर रहे हैं कि बहुत सारे वर्टिकल है ऑर्गेनिक फार्मिंग के, तो कुछ इनकी सुनी है, कुछ इनकी सुनी, कुछ इनकी सुनी, बस हमने हमारे मन की करी और वो दिशा में हम व्यस्त हो गए हैं और मस्त हो गए हैं. बट जो उस ऑर्गेनिक फार्मिंग से हमारे चावल में न्यूट्रिशन का इनहेंस होना, प्रोडक्ट का घटना नहीं बढ़ना, आउटपुट बढ़ना, और मार्केट ने आगे से हमें अप्रोच करके खरीदना, क्या हम इस दिशा में काम कर रहे हैं? അതായത് മൂപ്പര് പറയുന്നത്, നമ്മളിതിപ്പോൾ നിങ്ങളൊരു കാര്യം പറഞ്ഞു, ഇത് വിൽക്കാൻ നമുക്ക് പ്രയാസമായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളൊരു വിഷയം. അപ്പോൾ ആ വിഷയത്തിനെ ആദ്യം ദൂരീകരിക്കാൻ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ഗംഗോത്രി ട്രസ്റ്റിന്റെ കീഴിൽ കുറച്ച് കർഷകർ നമ്മൾ ചേർന്നിട്ടുണ്ട്. ഈ കർഷകരുടെ ഒരു കൂട്ടായ്മ ആദ്യം ദൃഢപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാൾ ഓർഗാനിക് ഫാമിംഗിൽ ചെയ്യുന്നതിന് പകരം നിങ്ങളൊരു കൂട്ടായ്മയോടെ, നിങ്ങൾ ഈ ട്രസ്റ്റിന്റെ കീഴിൽ എത്ര ആൾക്കാരുണ്ടോ അവരുടെ കൂട്ടായ്മയിൽ ഓർഗാനിക് ഫാമിംഗ് ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കുക പറഞ്ഞാൽ, ചെറിയ നമ്മൾ ഒരാൾ ചെയ്യുമ്പോൾ കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ടാവും,
അപ്പൊ കുറെ കർഷകർ ചെയ്യും ഇത് പ്രോഡക്റ്റ് കൂടുതൽ കിട്ടും. അപ്പൊ നമുക്ക് കൂടുതൽ കിട്ടും, ഒരാൾ വന്ന് എടുക്കാനും പിടിക്കാനും ഒരു വലിയ ലോഡ് ട്രാൻസ്പോർട്ട് ചെയ്യാനും കഷ്ടം ഉണ്ടാവും. അതൊരു ഫസ്റ്റ് ഘടകം. രണ്ടാമത്തെ ഘടകം പറഞ്ഞാൽ നമ്മൾ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നുണ്ട്. പല ആൾക്കാരുടെയും നോളേജ് കുറേശ്ശെ നേടിയെടുത്ത് നമ്മൾ ഓർഗാനിക് ഫാമിംഗ് ആണെന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. ആ ഓർഗാനിക് ഫാം ചെയ്തതിൽ നമുക്ക് എന്താണ് റിസൾട്ട് ആയിട്ട് കിട്ടിയത്, നമുക്ക് എന്താണ് നമ്മൾ മറ്റ് കർഷകരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന എന്ത് സവിശേഷതകളാണ് നമ്മുടെ നെൽമണികൾക്ക് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പല നോളേജുകളും പല ആൾക്കാരിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് നമ്മൾ അതനുസരിച്ച് ചെയ്യാറുണ്ട്. പിന്നെ മാർക്കറ്റിൽ ഓർഗാനിക്കിന്റെ പേരിൽ നമ്മൾ കടകളിലെല്ലാം പോയിട്ടാണ് ഇപ്പൊ ഓർഗാനിക് വളം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഉണ്ടാക്കാറില്ല. ഇഫ്കോക്കാരുടെ തന്നെ ഒരു എക്സാമ്പിൾ, ഞാൻ ഒരു കമ്പനി പേരെടുത്ത് പറയാൻ പാടില്ല, എന്നാലും പല കമ്പനിക്കാരുടെ അവരുടെ തന്നെ ജൈവവളം എന്ന് പറഞ്ഞപ്പോൾ ബാഗിൽ അച്ചടിച്ച് വരാൻ തുടങ്ങി. നമ്മൾ നേരിട്ട് അതാണ് പോയി വാങ്ങിച്ച് നമ്മൾ ഇടുന്നത്. അതേപോലെ പല കമ്പനിക്കാരും ഇന്ന് നമ്മൾ പല ഡപ്പകളും ബാഗുകളും കൊണ്ടുവന്ന് ഇതാണ് നമ്മൾ ഇടുന്നത്. ശരിക്കും ഇത് യഥാർത്ഥ ഓർഗാനിക് സിസ്റ്റം പറഞ്ഞാൽ ഇങ്ങനെയല്ല. നമ്മൾ പണ്ട് കാലം നമ്മുടെ മുതുമുത്തശ്ശന്മാര് ചെയ്ത കാലത്തിൽ എന്താണോ അവർ ചെയ്തിരുന്നത് അതിന്റെ പ്രൊഡക്ടിവിറ്റി, നമുക്ക് ഉദാഹരണത്തിൽ ഒരു ഏക്കറിൽ നമ്മുടെ നെൽകൃഷി ഈ ഭാഗത്തെ ശരാശരി വിളവ് എന്ന് പറഞ്ഞാൽ 2000 കിലോയാണ്. ആ 2000 കിലോ നെല്ലിൽ എന്തൊക്കെ വൈറ്റമിൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ചെയ്യുന്നത് അതിൽ എന്തൊക്കെ കെമിക്കൽസിന്റെ റെസിഡ്യൂസ് അതിലുണ്ട് നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് മാറ്റി നമ്മൾ ഓർഗാനിക്കായിട്ട് ചെയ്യുക. ഓർഗാനിക്കായിട്ട് ചെയ്യുന്നതിൽ നമ്മുടെ നെൽകൃഷി ഓർഗാനിക്കായി ചെയ്യുന്നതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് വൈറ്റമിൻസും മിനറൽസും അതിൽ ആഡ് ആവുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓർഗാനിക് ഫാമിങ്ങിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒരിക്കലും താഴെ പോകരുത്. അതാണ് നമ്മൾ ഓർഗാനിക് ഫാമിംഗ് ചെയ്യുന്നത് കൊണ്ട് 2000 കിലോ നേരെ 1000 ആവാൻ പാടില്ല. നമ്മൾ ഓർഗാനിക് രീതിയിൽ ചെയ്യുകയും വേണം. നമ്മൾ പ്രൊഡക്ടിവിറ്റി 2000 കിലോയ്ക്ക് താഴെ കുറയാനും പാടില്ല. നമ്മുടെ ചെലവുകൾ താഴോട്ട് വരികയും വേണം. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കെമിക്കലും പെസ്റ്റിസൈഡ്സും ഇതെല്ലാം താഴോട്ട് ഡിക്രീസ് ആയി കുറയുകയും വേണം. നമ്മുടെ ഓർഗാനിക് രീതി നമ്മൾ കൂട്ടുകയും വേണം. നമ്മുടെ മണ്ണിന്റെ കാർബൺ കണ്ടന്റ് പൊന്തുകയും വേണം. നമ്മുടെ മണ്ണ് കറക്റ്റായി യൂട്ടിലൈസ് ചെയ്യുകയും വേണം. ചെടി ഈ കണ്ടന്റ് ഫുള്ള് മണ്ണിലിരിക്കുന്ന ഫുൾ കണ്ടന്റ് യൂട്ടിലൈസ് ചെയ്യുകയും വേണം. പ്രൊഡക്ടിവിറ്റി കൂടണം, അസുഖങ്ങൾ കുറയണം, ഇതിലുള്ള നെല്ലിലുള്ള അവസാനം നമുക്ക് കിട്ടുന്ന ഈൽഡിലുള്ള പ്രൊഡക്ടിവിറ്റി കൂടണം, അതിന്റെ ഗുണനിലവാരവും കൂടണം. ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന അതിൽ വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും അളവ് കൂടണം. നമ്മൾ ചിലപ്പോൾ കെമിക്കൽ രീതിയിൽ ചെയ്യുന്നതിന് പലതിലും വൈറ്റമിൻസും മിനറൽസിന്റെയും അപര്യാപ്തതകളുണ്ട്. അത് നമ്മൾ നീക്കി ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് ഘടകം. അത് നമ്മൾ കുറേശ്ശെ നോളജ് അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ടെടുത്തിട്ട് വന്ന് ചെയ്ത് കഴിഞ്ഞാൽ പ്രായോഗികമാവില്ല. അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗാനിക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. എന്നതിന് ശേഷം സെക്കൻഡ് ഘടകമാണ് നമ്മൾ ഇത് സെല്ലിങ്ങിലോട്ട് വരുന്നത്. അത് ബാക്കി അറിയാം. എങ്ങനെ തുടങ്ങാം? മണ്ണിൽ നിന്ന് തുടങ്ങട്ടെ. അത് मुझे പറയും. अभी ये सब कुछ ऑर्गेनिक का बोला है, अभी ये कैसे स्टार्ट करेंगे? इसी के लिए मैं आया हूँ कि कैसे स्टार्ट करेंगे। एक तो हमें इस ट्रस्ट के जरिए कुछ फाइनल चिन्हित करना पड़ेगा फार्मर कि यह फार्मर 100% इस आइडियोलॉजी पर काम करेंगे। एक आप ट्रस्ट में आगे अप्लाई करेंगे, ये लिखिए नोटिस कि हम कुछ फार्मर फिक्स्ड होते हैं जो इस पैरामीटर पर काम करेंगे। उस पैरामीटर का ऑलरेडी आपको रजिस्टर्ड कराना पड़ेगा गवर्नमेंट में ऑर्गेनिक सर्टिफिकेट के लिए। पहला चरण यहाँ से शुरुआत होगी कि आपकी ट्रस्ट के जरिए आपके फार्मरों को ऑर्गेनिक सर्टिफिकेट का एप्लीकेशन हो। वह 3 साल का ऑडिट होता है। वहाँ से ऑडिट टीम आती है हर 6 महीने में, 3 महीने में आपके खेत का इंस्पेक्शन करेगी, विजिट करेगी, समझेगी और आपको सर्टिफिकेशन के लिए आगे बाधित करेगी कि हम आपको सर्टिफाइड करेंगे अगर आप ऑर्गेनिक पैरामीटर पर चलते हैं। पहला चरण। दूसरा चरण, हम जो चावल पैदा कर रहे हैं, हम कितने किसान उस पैरामीटर पे आ रहे हैं, पहले दिन से चावल की रोपाई करने से लेकर चावल की कटाई और उसकी निकलाई और उसकी पैकेजिंग तक के हर 14 दिन का वीडियो चाहिए। तो मैं शुरुआत करूंगा आपके लिए मार्केटिंग में साथ में आने के लिए। हमारे यहाँ जो मध्य प्रदेश में ग्रुप है वहाँ पर हम गेहूं को साथ में मिलकर के खेती कर रहे हैं। तो एक छोटा सा हमने क्लस्टर बनाया है जिसमें हम मार्केट से एडवांस ऑर्डर लेते हैं और फार्मर से डबल रेट में गेहूं परचेस करते हैं। मैं हमारे वहाँ का मॉडल बता रहा हूँ, आपको अच्छा लगे तो उसे एडॉप्ट कीजिएगा। फार्मर को लगाने से कटिंग तक गाइडलाइन देते हैं। वो गाइडलाइन का पैरामीटर क्या होगा अभी मैं अगले चरण में आपको बतलाऊंगा।
कि कैसे चावल को करना है ताकि वह और न्यूट्रिशन बढ़े। जब वो चावल पैदा होगा तो हमारी संस्था फार्मर का रेट अगर मार्केट का 20 रुपए केजी है तो हम उससे 40 रुपए केजी में परचेस करते हैं। सिंपल सा पैरामीटर हमने रखा है, जो मार्केट रेट होगा उससे डबल खरीदेंगे ताकि फार्मर उसको करने में आगे बढ़े। एक दूसरा, हम व्यापारी को जो बायर है उनको कैसा भेजते हैं कि आप हमारी संस्था से अगर गेहूं खरीद रहे हैं, आप यहाँ कर सकते हो चावल, समझ रहे हैं, आप यहाँ कर सकते हो चावल। आपकी गंगोत्री ट्रस्ट के नाम से आप अपने ब्रांडिंग का चावल का नाम सिलेक्ट करके मार्केट में हाईलाइट हो सकते हो, जिसमें हम किसान पाठशाला आपकी मदद करेंगे, साथ में चलेंगे। हम इंडिया में ही नहीं वर्ल्ड वाइड यहाँ के चावल को प्रमोट करेंगे कि यहाँ का चावल क्यों यूनिक है। अगर हम उसको लैब सर्टिफाइड करके यूनिकनेस में लेके आए और अलग से न्यूट्रिशन वैल्यू लिया तो हम मार्केट में इस चावल के 3 गुना रेट लेंगे और 1 साल पहले एडवांस ऑर्डर लेंगे, फार्मर को 2 गुना रेट देंगे और जो 1 गुना रेट बचेगा वो इस ऑर्गेनिक फार्मिंग करने की प्रक्रिया में जो मैन पावर लगेगा, जो पैकेजिंग लगेगी, जो ब्रांडिंग लगेगी, जो डिस्ट्रीब्यूशन लगेगा, उसमें व्यय होगा, क्योंकि ऑलरेडी आप एक ट्रस्ट से जुड़े हो। इस प्रक्रिया से हम आगे बढ़ सकते हैं। അതായത് മൂപ്പര് പറയുന്നത് നമ്മൾ ഓർഗാനിക് ഫാമിംഗ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ആദ്യ പ്രാരംഭ ഘട്ടം എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു ട്രസ്റ്റിന്റെ അണ്ടറിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കുറേ കർഷകർ. അപ്പൊ നമ്മൾ ആദ്യം ഓർഗാനിക് ഫാം ചെയ്യാൻ പോകുന്നു എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കണം അഗ്രികൾച്ചറിൽ. അപേക്ഷിച്ചിട്ട് ഇതിന്റെ പോലെ ഗംഗോത്രി ട്രസ്റ്റിന്റെ കീഴിൽ ഞങ്ങൾ ഓർഗാനിക് ഫാം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അതിനൊരു സർട്ടിഫിക്കേഷൻ അഗ്രികൾച്ചറിന് ഫസ്റ്റ് എടുക്കണം. ആ സർട്ടിഫിക്കറ്റ് 3 വർഷത്തേക്കായിരിക്കും വാലിഡിറ്റി വരുന്നത്. ആ 3 വർഷത്തിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിന്റെ കീഴിൽ ഈ ഓർഗാനിക് ഫാമിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ സൈറ്റിൽ അവർ വിസിറ്റ് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യും. ഈ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ അവർ വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസറോ കെമിക്കൽ പെസ്റ്റിസൈഡ്സോ ഉപയോഗിക്കരുത്. നമ്മൾ ക്ലീൻ ആയിട്ട് നമ്മൾ ഓർഗാനിക് രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണണം. കാരണം നമ്മളവിടെ കൊടുത്തിരിക്കുന്ന അപേക്ഷ ഓർഗാനിക് ഫാമിംഗ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ എത്ര പേരാണോ അതിന് കൊടുത്തിരിക്കുന്ന ആ സംഘടന, ഒരു സംഘടന, നമ്മൾ 10 പേരായിക്കോട്ടെ 20 പേരായിക്കോട്ടെ, അത്രയും ആൾക്കാർ ഓർഗാനിക് രീതിയിൽ തന്നെ അത് ചെയ്യും വേണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ട്രസ്റ്റിന്റെ കീഴിൽ. രണ്ടാമത്തത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മധ്യപ്രദേശിലെ മുമ്പിൽ പറഞ്ഞ പോലെ മധ്യപ്രദേശിൽ വീറ്റ്, നമ്മൾ ഈ വീറ്റ് അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീറ്റ് നടുമ്പോൾ തന്നെ അവർക്ക് ഓർഡർ കിട്ടും. എത്ര ഓർഡറാണ് അവർക്ക് വേണ്ടത് എന്നുള്ളതിന്റെ ഓർഡർ അവർക്ക് കിട്ടും. ഈ മൂപ്പരുടെ കീഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർ ഇത്ര ദിവസം, അപ്പൊ നമ്മളെ സംബന്ധിച്ച് പഞ്ചയാണ്. അപ്പൊ നമ്മൾ പഞ്ചയ്ക്ക് ഉദാഹരണത്തിന് നമുക്ക് ജൂൺ 1-ാം തീയതി നമ്മൾ ഞാറ് ഭാഗം അല്ലെങ്കിൽ നമ്മൾ നടുന്നെന്ന് വിചാരിച്ചോളൂ, നമുക്ക് ഏകദേശം എത്ര ദിവസം കഴിയുമ്പോൾ ഇത് കൊയ്തെടുക്കാന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നമ്മൾക്ക് നടുന്ന ദിവസം തന്നെ നമുക്ക് ഓർഡറും കിട്ടും, നമുക്ക് അഡ്വാൻസും കിട്ടും. അതാണ് അവർ ചെയ്യുന്നത്. അവർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നടുമ്പോൾ തന്നെ അവർക്ക് ഇത്ര ടണ്ണ് ലോഡ് വേണം. നിങ്ങൾ എത്ര 5 ഏക്കർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ 2 10,000 കിലോ ആണ്. ഉദാഹരണത്തിന് 10,000 കിലോ ഞാൻ എടുക്കാം, അതിന് നിങ്ങൾക്ക് ഒരു 50,000 രൂപ അഡ്വാൻസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർക്ക് കിട്ടും. അതാണ് ഇപ്പൊ അവിടുത്തെ പ്രൊസീജിയർ ആയിരിക്കുന്നത്. അതായത് 2006 തുടങ്ങിയതാണ്. 2006 തുടങ്ങിയതാണ്. അപ്പൊ പിന്നെ പണിക്ക് ആളില്ലല്ലോ. അത് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് സപ്പോർട്ട് കുറച്ച് കുറവാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞത്, ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റ് സപ്പോർട്ട് നമ്മൾ കുറവെന്ന് പറയാൻ കാരണം നമ്മൾ കൃഷി ഇറക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഗവൺമെന്റിന് അറിയാം, കൃഷി വകുപ്പിനും അറിയാം. ഇന്ന സമയത്ത് വിതയ്ക്കുന്നത് ഇന്ന സമയത്ത് കൊയ്യും എന്നുള്ളതും കൃത്യമാണ് ആണല്ലോ. പക്ഷെ ആ ചെയ്യുന്നതിന് മുൻകൂട്ടി കൊണ്ട് ഇപ്പൊ ഒരു എന്താ പറയാ, കൃഷി ഒരു പകുതി 3/4 ഭാഗമായി വിളയാറായി എന്ന് പറയുമ്പോഴെങ്കിലും ഇവർ അതിലിടപെട്ട മില്ലുകാരുടെ അടുത്തുള്ള ഇപ്പൊ സപ്ലൈ ഗവൺമെന്റാണ് എടുക്കുന്നത്. അത് ആ സമയത്ത് തുടങ്ങണം. ഇതല്ല, ഇവിടെ 50% 75% കൊയ്ത്ത് കഴിഞ്ഞ് ഇപ്പോഴും ഇല്ലാവാത്ത ഒരുപാട് പാടശേഖരങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഇത് കാലാവസ്ഥ ഇപ്പൊ അനുകൂലമല്ല ആയതുകൊണ്ടാണ് ഇപ്പൊ കർഷകർ പിടിച്ചു നിൽക്കുന്നത്. ഇല്ല പറഞ്ഞാൽ സൂയിസൈഡ് ഒരുപാട് കർഷകർ ചെയ്തിട്ടുണ്ടാവും. കാരണം എല്ലാ വിത്തുകളും നെല്ലുകളും എല്ലാം പാടത്ത് കിടക്കണം. ഇപ്പൊ കൊയ്തെടുത്ത സാധനം വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചിട്ട് ഇത് സൂക്ഷിക്കണമെങ്കിൽ തന്നെ ചാക്കി കെട്ടി സൂക്ഷിക്കണമെങ്കിൽ ചുമട്ടുകാരെ വേറെ വെക്കേണ്ട അവസ്ഥ. ഇപ്പോഴത്തെ കൂലി ചെലവ് വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവണതകൾ നമുക്ക് ദീർഘവീക്ഷണത്തോടെ കാണാൻ നമ്മൾ തന്നെ ഉപദേശിച്ചു കൊടുത്താലും കൃഷി വകുപ്പുകാർ നേരാവില്ല. വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ
കൃഷി വകുപ്പും നമ്മുടെ ഡിപ്പാർട്ട്മെന്റും എല്ലാം ചെയ്യുന്നത് അവർ അവരുടേതായ ഒരു സിസ്റ്റം ഉണ്ട്. അവർക്ക് മുകളിൽ ഓർഡർ വരണം, വന്നിട്ട് താഴെ ഇതാക്കണം, പേപ്പർ ആക്കണം, ഇതിനൊക്കെ ഉണ്ട്. നമ്മൾ ഈ സിസ്റ്റത്തിലേ പോകുന്നില്ല. നമ്മൾ പുതിയൊരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കുക. നമ്മൾ പാരലായിട്ട് പോവാ. ആ സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് കൃഷിഭവൻ പറയുന്നത്, നമ്മളിപ്പോ നെല്ല്, നിങ്ങൾക്ക് നെൽമണി കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. കൃഷിഭവൻ ചെയ്യുന്ന നെല്ലിനെ തന്നെ അവർ റെക്കമെൻഡ് ചെയ്യുന്ന വളങ്ങളും ഫെർട്ടിലൈസർ ഫുൾ കെമിക്കൽസ് ആണ്. ആരും ഓർഗാനിക് അല്ല നിങ്ങൾ പറയുന്നത്. അത് നിങ്ങൾ കൃഷി ചെയ്യുന്ന ആൾക്കാർ Translate what he said so that he can इन्होंने दूसरा की यहाँ पे इन्होंने जब पूछ रहा है यहाँ पे जो केरला गवर्नमेंट जो पैडी है वो लेते हैं, उसका जो प्रोक्यूरमेंट कैसा है कि जो प्रोक्यूरमेंट लेने के टाइम है आप जो बता रहे लगाने के टाइम वहाँ पे एडवांस मिलता है. यहाँ पे जो आदमी लोग कटिंग करने के बाद भी गवर्नमेंट कुछ करते ही नहीं है. उसका जो माल लेने के लिए माल गवर्नमेंट को अगर माइंड में लेके जाओगे तो ना तो आप ऑर्गेनिक उगा पाओगे ना ऑर्गेनिक बेच पाओगे. गवर्नमेंट को अपने प्रोग्राम बहुत सारे हैं, उसको थोड़ा फ्री करो. हम नए तरीके से गवर्नमेंट पे बर्डन मत बनो. गवर्नमेंट को बोलो आप अपनी दुकान चलाओ, हम हमारा चावल पका लेंगे और हम बेच लेंगे. अगर गवर्नमेंट के साथ में जाना है तो उनका तो एक एमएसपी फिक्स है. गेहूं, चावल, मक्का, कॉटन, इनमें एमएसपी फिक्स है. तो फिर आप एमएसपी के रेट पे बेचो. हमें तो उससे 3 गुना भाव चाहिए ना. तो हम हमारी आइडियोलॉजी पर बेचें. हम ऐसे कंपनी के तरीके से काम करें. हम ऐसे कंपनी के तरीके से हिसाब पूरा रखें. लगाते समय क्या, उगाते समय क्या, निकालते समय क्या, खर्च हुआ कितना, और मुझे बेचना कितने में, मुझे ब्रांडिंग कितने की करना है, मुझे विज्ञापन कितना करना है. मुझे शाहरुख खान को लाना है चावल बेचने के लिए कि संजय दत्त को लाना है चावल बेचने के लिए कि मेरा लड़का खुद चावल बेचेगा. मतलब हमें गवर्नमेंट के तरीके से नहीं जाना है. अगर गवर्नमेंट के तरीके से जाएंगे तो हमारे चावल अभी तक जैसे बिक रहे थे वैसे ही बिकेंगे. അതായത് മൂപ്പര് ഞാൻ പറഞ്ഞില്ലേ, മൂപ്പര് പറഞ്ഞ ഇതേ പോയിന്റാണ്. ഗവൺമെന്റ് എന്താ ചെയ്യുന്നത് അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗവൺമെന്റിന്റെ പിന്നാലെ പോവാൻ നിന്ന അവര് തരുന്ന 28 രൂപയാണ് ഇപ്പൊ തരുന്നത് ഒരു കിലോ അരിക്ക് നെല്ലിന്. ഈ 28 രൂപ മാത്രം നമുക്ക് വാങ്ങിച്ച് അവർക്ക് വിറ്റ് അവര് പറയുന്നത് പോലെ കേൾക്കാനേ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ അതല്ല ചെയ്യേണ്ടത്. നമ്മൾ ആ ഒരു സിസ്റ്റത്തെ ഉപേക്ഷിക്കുക. നമ്മൾ ഒരു പുതിയ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. 28 രൂപക്കല്ല നമ്മുടെ നെല്ല് വിൽക്കേണ്ടത്. നമ്മൾക്കത് 90 രൂപയ്ക്ക് എങ്ങനെ വിൽക്കാം, 3 മടങ്ങായിട്ട് 90 രൂപയ്ക്ക് ഇതെങ്ങനെ 3 ടൈംസ് ആയിട്ട് ഇതിന് വിൽക്കാം എന്നുള്ളത് നമ്മൾ ആലോചിക്കും. അങ്ങനെ നമ്മുടെ നെല്ല് 90 രൂപയ്ക്ക് വിൽക്കണമെങ്കിൽ മറ്റൊരാൾ കൃഷി ചെയ്ത നെല്ലും നമ്മുടെ കൃഷി ചെയ്ത നെല്ലിലും വ്യത്യാസം ഉണ്ടാകണം. വ്യത്യാസം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ നെല്ല് വാങ്ങിക്കുള്ളൂ. നമ്മുടെ നെല്ല് സഞ്ജയ് ഖാനോ ഷാറുഖ് ഖാനോ അമീർ ഖാൻ ആരോ വാങ്ങിച്ചോണ്ട് പോട്ടെ, ഇത് നമുക്ക് വിഷയമല്ല. കർഷകരെ സംബന്ധിച്ച് ഈ വിളവ് എടുത്ത് ആ സാധനം വിൽക്കാൻ പോകുമ്പോൾ മാക്സിമം റേറ്റ് ആണ് കിട്ടുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഗവൺമെന്റ് സിസ്റ്റത്തിൽ പോവുകയാണെങ്കിൽ ഗവൺമെന്റ് തരുന്ന മൈനോർ സപ്പോർട്ട് പ്രൈസ് ആയിട്ടുള്ള 28 രൂപ സംതിങ് 7 പൈസ 8 പൈസയോ അതേ നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്കത് കിട്ടിയിട്ട് പോരാ. നമ്മുടെ നെല്ലിന്റെ ക്വാളിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യണം. എങ്ങനെ? അതിന് നമ്മളൊരു പാരലായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുകയും നമ്മളൊരു കൂട്ടായ്മയോടുകൂടെ ചെയ്യുകയും പഠിക്കുകയും നമ്മുടെ നെല്ല് മറ്റൊരാൾ ഉണ്ടാക്കുന്ന കെമിക്കൽ നെല്ലിനെയും കാട്ടില് 3 മടങ്ങ് ബെറ്റർ ആണെന്ന് നമ്മൾ തെളിയിക്കണം. അതിന് ലാബ് സർട്ടിഫൈഡ് നമ്മൾ എടുത്തു വെക്കണം. ഇതെല്ലാം എടുത്തു വെച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ നെല്ല് 3 ഇരട്ടി പ്രൈസിൽ വിൽക്കാൻ കഴിയുള്ളൂ. അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള തോട്ട്സ് നമ്മൾ മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയാൽ തന്നെ നമ്മുടെ വിജയം അവിടുന്ന് തുടക്കമാവും. അതാണ് മുമ്പിൽ പറയുന്നത്. आपका मेन कंसर्न जो है ना कि हम बेचें कैसे ज़्यादा रेट में, तो वह किसान पाठशाला के पास बहुत सारी आइडियोलॉजी है. आपकी गंगोत्री ट्रस्ट और किसान पाठशाला जब एक प्लेटफॉर्म पर जुड़कर आगे बढ़ेंगे तो जो हमारे पास आइडियोलॉजी है, जो हमारे पास पैरामीटर है, हम सबका सब गंगोत्री ट्रस्ट को एज ए निःशुल्क गाइडलाइंस देने के लिए ही आए हैं. तो बेचने वाला पैरामीटर अगर आप ऑर्गेनिक करते हो सही आइडियोलॉजी पर तो बेचने वाला पैरामीटर सारा मेरे ऊपर छोड़ दो. मैं जो सूत्र दूंगा उन सूत्र को फॉलो करो, आपका 3 गुना रेट में चावल बिकेगा. ये मैं 100% गारंटी देता हूँ. एक ही शर्त है, क्या हम यूनिक तरीके से चावल करेंगे जो अभी मैं बताने जाऊंगा. क्या हम इकट्ठे होकर के चावल की खेती करेंगे, क्या हम गंगोत्री ट्रस्ट को आगे बढ़ाते हुए जाएंगे, या हम सिंगल बाईपास होकर जाएंगे.
तो बेचने की सारी कंडीशन मेरे ऊपर, फिर हम चावल उगाएंगे कैसे उस पे आता हूँ। അതായത് മൂപ്പര് പറയുന്നത് നമ്മുടെ ട്രസ്റ്റിന്റെ കീഴിൽ നമ്മൾ ആദ്യം ഓർഗാനിക് ആയിട്ട് എല്ലാവരും കൂടെ കൂട്ടായ്മയോടെ ചെയ്യാനുള്ള ശ്രമങ്ങൾ ആദ്യം നമ്മൾ ചെയ്യുക. ആ ചെയ്യാനുള്ള ശ്രമം ഗവൺമെന്റുമായിട്ട് നമ്മൾ നോക്കരുത്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു വിഷയം ഈ ട്രസ്റ്റിൽ തന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങാനുള്ളൊരു തുടക്കം നിങ്ങൾ എല്ലാവരും കൂടെ കുറിക്കൂ. ബാക്കിയുള്ള കാര്യങ്ങൾ വിൽക്കാനും ഇതിന്റെ മറ്റു കാര്യങ്ങൾ മൂപ്പര് കൂടെ ഇടപെട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്ന ആലോചിച്ചിട്ട് നമുക്ക് ഇതിന്റെ ഒരു മാർക്കറ്റ് നമുക്ക് ഉണ്ടാക്കാമെന്നാണ് മൂപ്പര് പറയുന്നത്. പക്ഷെ അതിന്റെ അടിസ്ഥാനം നമ്മുടെ നിന്ന് തന്നെ തുടങ്ങണം. ഈ ഗംഗോത്രി ട്രസ്റ്റിന്റെ കർഷകരിൽ നിന്ന് തന്നെ വേണം തുടക്കം. അതാണ് മൂപ്പര് പറയുന്നത്. But you have to follow the things. You have to follow the steps, techniques, right? അതിനെ നിങ്ങൾ കൃത്യമായിട്ട് മൂപ്പര് പറയുന്ന ടെക്നിക്ക് ആ പറയുന്ന ആ രീതിയിൽ തന്നെ നിങ്ങൾ കൃഷി ചെയ്യണം. നിങ്ങളിപ്പോ പല ഭാഗത്തുനിന്നും പല ഓർഗാനിക് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഉപേക്ഷിക്കുക. മൂപ്പര് ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞമ്മാറ ബ്ലോക്കിൽ തന്നെ പല ഭാഗത്തുള്ള പഞ്ചായത്ത് പഞ്ചായത്താണ്, ഇവർ എരവഞ്ചേരി പഞ്ചായത്ത് ഉണ്ടാവും, മറ്റുള്ള ഞമ്മാറ പഞ്ചായത്ത് ഉണ്ടാവും, എല്ലാം സ്കാറ്റേഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പം അവിടെ ജനിക്കുമ്പോൾ 2 ഏക്കറിൽ 1 ഏക്കറാണ് ഞാൻ ഇത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് പ്രാക്ടിക്കലി ഇച്ചിരി ഡിഫിക്കൽട്ടി അല്ലേ? ഞാൻ പറയുന്നത് നമ്മൾ पंचायत में यहाँ पे जो आप लोग बैठे हुए अलग अलग पंचायत में, अलग अलग पंचायत में उसका जमीन भी अलग अलग जगह पे है. उसका अगर एक आदमी तो ऑर्गेनिक फार्म करने के लिए सोच रहे थे, उसके आजू बाजू में भी आदमी लोग हैं वो केमिकल फार्मिंग करने मैं वही सूत्र बताने जाऊंगा अभी आगे. जो आपको खेती करने का तरीका जो बताने वाला हूँ वो यही है कि आप ऑर्गेनिक कर रहे हो बट पड़ोस में कोई पेस्टिसाइड रासायनिक कर रहा है तो उससे आपकी फार्मिंग कितने % इफेक्ट होगी. एक्चुअल में मार्केट बाहर का जो है वो मांगता है रेसिड्यू फ्री, केमिकल अवशेष रहित मांगता है. वो ऑर्गेनिक या जीरो बजट या फिर प्राकृतिक या इस तरह का वो नहीं मांगता है. उसको चाहिए कि आपका जो चावल है इसमें कोई हार्मफुल केमिकल तो नहीं है जो मेरे शरीर पे कैंसर लाए. तो हम उसको वैसा ही पका कर देंगे कि इसमें हार्मफुल केमिकल नहीं है और इसमें न्यूट्रिशन की इतनी मात्रा ज्यादा है. അതായത് മൂപ്പര് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത കൃഷി ആരോ ആയിക്കോട്ടെ, അവരെന്തോ ചെയ്യട്ടെ, അവർ കെമിക്കൽ പെസ്റ്റിസൈഡോ ഇൻസെക്ടിസൈഡോ എന്തോ അടിച്ചോട്ടെ, അതൊന്നും നമ്മൾ നോക്കണ്ട. അതായത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നിങ്ങൾ അത് മാത്രം ചിന്തിച്ചാൽ മതി. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ്, ഒരു കർഷക ഉൽപ്പന്നം നമ്മൾ തയ്യാറാക്കി എടുക്കുന്നു. ആ കർഷക ഉൽപ്പന്നം എന്തോ ആയിക്കോട്ടെ, അതിൽ അവർ നോക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ആ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരുമോ. അപ്പൊ അതില്ലാത്തതാണ് കെമിക്കൽ സീറോ റെസിഡ്യൂ കെമിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കെമിക്കലി യൂസ് ചെയ്ത് ഒരു സാധനത്തിന് അവശിഷ്ടങ്ങളോ അതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റംസോ ആ ഉണ്ടാക്കിയ ഫുഡ് പ്രോഡക്ട്സിൽ, ആ ഉണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥത്തിൽ കാണാൻ പാടില്ല. അങ്ങനെ കാണാൻ പാടാത്തൊരു കാര്യമാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഓക്കെയാണ്. അത് നിങ്ങൾ എങ്ങനെയോ ചെയ്തോ, നിങ്ങൾ സീറോ ബഡ്ജറ്റ്, നിങ്ങൾ ഒരു പൈസയും മുടക്കാതെ നിങ്ങൾ ചെയ്തോ, വിഷയങ്ങളില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പൈസ കൂടുതൽ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞ് പൈസ കൂടുതൽ മുടക്കി ചെയ്തോ, ഇതൊന്നും അവർക്ക് നോക്കേണ്ട കാര്യം. അവരെ സംബന്ധിച്ച് അത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ക്യാൻസർ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ക്യാൻസറാണ്. यहाँ की जो बढ़िया समस्या है, साउथ इंडिया पे जो बढ़िया समस्या है कि कैंसर है. जो कैंसर की मुख्य कारण है ये जो केमिकल पेस्टिसाइड्स, इंसेक्टिसाइड्स, फंगिसाइड्स, ये पूरा का पूरा इधर हम लोग ये पूरा यूज करने की वजह आप देख लेते हो तो यहाँ की जो कैंसर का रेट है अभी गवर्नमेंट जो आउटसोर्स दिया है बहुत ज्यादा है. जो इंडिया पूरा ऑल ओवर इंडिया में जो कैंसर की रेट जो देखता है साउथ इंडिया पे ज्यादा है. क्योंकि यहाँ पे जो कैंसर की कारण किस चीज का है, यहाँ पे पूरा वेजिटेबल्स लगा हुआ है. क्योंकि पोल्लाची, कोयम्बतूर ये सारा केमिकल बेस्ड वेजिटेबल है, पूरा केमिकल. वो आगे हम किसान पाठशाला चालू करते हैं और मैं आपको कुछ टिप्स दूंगा जिसमें हम केमिकल फ्री कैसे खेती करें.